പറഞ്ഞു വന്നത്, സുധാകരൻ പറഞ്ഞു വന്നത് ചടുലമായ പ്രവർത്തനത്തിൻ്റെ കാര്യമാണല്ലോ. അതെങ്ങനെ എന്നല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ട ചങ്കൻ പറയുന്നു പോകാൻ കോൺഗ്രസ് പാർട്ടിയുടെ DCC അനുവാദം തന്നിട്ടില്ല. കൂലോത്തെ തമ്പുരാൻ ആരെ അനുവാദം വേണം? ഈ സംസ്ഥാനത്തെ തമ്പുരാനാണല്ലോ താങ്കൾ. അങ്ങയുടെ വാക്കിവിടെ അവസാനത്തെ വാക്കാണല്ലോ. ഹിറ്റ്ലർ ഭരിച്ച കാലം മുതൽ കേട്ടതാ ഏകാധിപതിയുടെ ശബ്ദം. ആ ശബ്ദത്തെ എതിർക്കാൻ ഹിറ്റ്ലറുടെ പാർട്ടിയിൽ പോലും ഒരാൾ ഉണ്ടായിട്ടില്ല. ഹിറ്റ്ലറുടെ മന്ത്രിസഭയിൽ പോലും ഒരാൾ ഉണ്ടായിട്ടില്ല. അതിൽ നിന്നും എന്ത് വ്യത്യസ്തമാണ് കേരളത്തിൽ? CPM-ന്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ ആരെങ്കിലും പിണറായി വിജയനോട് മുഖത്ത് നോക്കി സംസാരിക്കുമോ? മന്ത്രിമാർ സംസാരിക്കുമോ? ഘടകകക്ഷികൾ സംസാരിക്കുമോ? ഇത്തിരി നട്ടലൊക്കെ മുൻകാലങ്ങളിൽ CPI കാണിച്ചിട്ടുണ്ടായിരുന്നു. ആണുങ്ങളെ പോലെ CPI തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച ഒരു പാർട്ടിയായിരുന്നു ഇടതുപക്ഷത്ത്. കാനം രാജേന്ദ്രന്റെ വരവോടുകൂടി അതും പോയി. വാടപ്പിണ്ടിക്ക് സമാനമായ നട്ടലില്ല. കാനം രാജേന്ദ്രന് CPI-യുടെ മുൻകാല നേതാക്കന്മാരുടെ പാരമ്പര്യം സംരക്ഷിക്കാൻ സാധിച്ചില്ല. ലജ്ജാകരമാണ്. CPI എന്നൊരു പാർട്ടിക്ക് കാനം രാജേന്ദ്രന്റെ നേതൃത്വം അപമാനമാണെന്ന് ഞാൻ പറയുന്നു. അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്നാൽ, പെരിയ കൊലപാതകത്തിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് കാനം പറഞ്ഞത് ഇങ്ങനെയാണ്. കേരള പോലീസാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസ്. നിങ്ങൾക്ക് എന്താണ് CBI-യോട് ഇത്ര വലിയ സ്നേഹം എന്നുള്ളത്? CBI കൂട്ടുകിടച്ച് തത്തയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞ ഓർമ്മയില്ലേ? CBI ഡയറക്ടറെ എങ്ങനെയാണ് നിയമിക്കുന്നതെന്ന് ഈ ഗവൺമെൻറ് കാണിച്ചതെന്ന് താങ്കൾ വായിച്ചിട്ടില്ലേ, കണ്ടിട്ടില്ലേ? പിന്നെ എന്താ ഇപ്പോൾ ഒരു CBI പ്രേമം? CPM-ന്റെ സ്വരം തന്നെയാണ് ഈ കേസിൽ CPI-ക്ക്. CPI-യുടെ മുൻ നേതാക്കന്മാരെ നമുക്കറിയില്ലേ? ചന്ദ്രപ്പനൊക്കെ എന്ത് നട്ടലോടുകൂടി CPM-ന്റെ തമ്മാടിത്തത്തെ എതിർത്തിട്ടുണ്ട്, തെറ്റുകളെ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ നട്ടല് കാണിക്കാൻ CPI-ക്ക് ഇന്ന് സാധിക്കാത്തത് നേതാവിന്റെ നട്ടലില്ലായ്മയല്ലേ? അദ്ദേഹവും പറയുന്നു, മുഖ്യമന്ത്രി പിണറായി പറയുന്നത് സത്യമാണ്, ശരിയാണ് എന്ന്. നാണമുണ്ടോ സഖാവേ? CPI-ക്ക് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും CPM-ൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾക്കൊരു ക്യാരക്ടർ ഉണ്ട്, നിങ്ങൾക്കൊരു ഫേസ് ഉണ്ട്. CPM-ന്റെ പിണറായി വിജയന്റെ കാൽ കീഴിൽ നിങ്ങൾ അത് പണയം വെച്ചിരിക്കുന്നു. കാനം രാജേന്ദ്രൻ നട്ടലില്ലാത്ത പാർട്ടിയെ താങ്ങുന്ന നട്ടലില്ലാത്ത വാടപ്പിണ്ടി പാർട്ടിയായി CPI-യും താണിരിക്കുന്നു കേരളത്തിൽ. എന്നാ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരെ വിളിച്ച് MN സ്മാരകത്തിലും ഒരു വാഴപ്പിണ്ടി കൊടുക്കാൻ പറഞ്ഞേക്ക്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. കാനം പിണറായിയെ പിന്തുണക്കുന്ന പോലെ തന്നെ മറ്റൊരാൾ സുധാകരനെ പിന്തുണക്കുന്നുണ്ട്. കേരളം ഭരിക്കുന്നത് CPM ആണ്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കൂടെ പാർട്ടിയുടെ സെക്രട്ടറി കോടിയേരിയാണ്. അങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ CPM-ന്റെ ഒരു ക്രിമിനൽ സംഘം തന്നെയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് MV ജയരാജനാണ്. ഇതിലെവിടെയും നീതിയുടെ ഒരു സാധ്യത കടുകിട പോലും ഇല്ല എന്ന ബോധ്യമാണ് ഇത് CBI-ക്ക് ആവശ്യപ്പെടണം, CBI-ക്ക് വിടണമെന്ന് ആവശ്യപ്പെടുന്നതിന്റെ ഏറ്റവും ചെറിയ സാങ്കത്യം എന്ന് പറയുന്നത്. ഇതാണ് ചടുലമായ രീതി. ഇത് ഷാജി കണ്ണൂരിൽ ചെന്ന ശേഷം സുധാകരനെ കണ്ടു പഠിച്ചതാണോ എന്നറിയില്ല. എന്തായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി കൊലപാതകത്തെ അപലപിക്കുന്നു എന്ന് പറയുന്നത് രസകരമായ ചില പരാമർശങ്ങളോടുകൂടിയാണ്. അദ്ദേഹം പറയുന്നത് സമയം മോശമായി പോയി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ ഈ കൊല്ലാനുള്ള സമയമൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സമയം മോശമായി പോയി, അങ്ങനെ സമയം മോശമായ ചരിത്രമുണ്ട്. അതേതാ ആ ചരിത്രം? അങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടില്ലല്ലോ. തലശ്ശേരിയിലെ ഏറ്റവും ഭീകരനായിട്ടുള്ള കുറ്റവാളി ഒരിക്കൽ ഒരു DYSP തന്നെ പറഞ്ഞിട്ടുണ്ട് വാസുവിനെ, എന്റെ മുമ്പിലെങ്ങാനും വാസുവിനെ കിട്ടിയാൽ ഞാൻ സർവീസ് റിവോൾവർ വെച്ച് അവനെ വെടിവെക്കും എന്ന് പറഞ്ഞ DYSP. അത്ര ഭീകരനായ ഒരു ക്രിമിനൽ. ആ ക്രിമിനലിനെ ആളുകള് അത് കൊല്ലുന്നതിന് ഞങ്ങൾ ന്യായീകരിക്കല്ല, പക്ഷെ അയാളെ കൊന്ന സമയത്ത് തിരിച്ചു കൊല്ലണം എന്ന് തലശ്ശേരിയിലെ പാർട്ടി തീരുമാനിച്ചു. അവസാനം നേതാക്കന്മാർ പറഞ്ഞു ഇപ്പോൾ കൊല്ലരുത്. പാർട്ടി പ്രവർത്തകന്മാർ തലശ്ശേരിയിലെ CPM-ന്റെ ഓഫീസ് ഗ്രാബോ ചെയ്തു. അത് തടഞ്ഞു, അവർ നേതാക്കന്മാരെ തടഞ്ഞു. അവസാനം കോടിയേരി അടക്കമുള്ള നേതാക്കന്മാർ വന്നു ചേർന്ന് അവര് പറഞ്ഞത് തൽക്കാലം ഇപ്പോ കൊല്ലണ്ട, നമ്മൾ കൊല്ലും, പക്ഷേ അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം മാത്രമാണ്. കാരണം എന്താണ്? അത് നായനാരുടെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയമാണ്. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സമയമെടുത്തു. ആ സമയമെടുത്തതിനു ശേഷം നായനാർ സത്യപ്രതിജ്ഞ ചെയ്ത് കൃത്യം 5 ദിവസമാകുമ്പോഴേക്കും തലശ്ശേരിയിൽ അവർ തിരിച്ചു കൊലപാതകം നടത്തി. കെ സുധാകരനും KM ഷാജിയുമാണ് പറയുന്നത്. അതുകൊണ്ട് അത് നുണയായിരിക്കും. അക്കൂട്ടർ എന്തു നുണയും പറയും.
അല്ലെങ്കിൽ സമയം നോക്കി കൊല്ലുമോ? അങ്ങനെയാണെങ്കിൽ തന്നെ സമയമൊക്കെ തീരുമാനിക്കുന്നതാരാ? കൊല്ലാനുള്ള സമയമൊക്കെ തീരുമാനിക്കുന്നത് അവരുടെ ഒരു രാഷ്ട്രീയ കൊലപാതക കണക്കൻ എന്ന് പറയാവുന്നത് പി ജയരാജനൊക്കെയാണ്. അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ കഴിയട്ടെ എന്നാണ്. സമയം മാറിപ്പോയി എന്ന പ്രശ്നം മാത്രമാണ് ആർക്കുള്ളത്? കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുള്ളത്. കൊലപാതകത്തെ വിമർശിക്കുമ്പോൾ പോലും ഈ സമയത്തത് പാടില്ലായിരുന്നു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ സമയം മാറിയിരുന്നെങ്കിൽ ഈ കൊലപാതകം ശരിയാണ്. ഇതൊക്കെ വ്യാഖ്യാനമാണ്, നുണയാണ്, മാർക്സിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയാണ്. ഇതിനൊന്നും കൂട്ടുനിൽക്കാൻ കഴിയാത്തതിനാൽ പോളിമിക്സ് ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.